ഹലോ ഗൈസ്, മണാലിയിൽ എൻ്റെ ലാസ്റ്റ് ദിവസമാണ് ഗൈസ്. ഇന്നും ഒരുപാട് ഓർമ്മകളൊക്കെ സമ്മാനിച്ച ദിവസങ്ങളായിരുന്നു അത്. അങ്ങനെ ഇന്ന് മണാലിയുടെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ജോഗിനി വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോവാണ് ഗൈസ്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം. നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്നത് ചപ്പാത്തി ചിക്കൻ കോഴി വിത്ത് സവാള. വാ, ഈ ഒരു റൂമിനോട് യാത്ര പറഞ്ഞു പോവാണ് ഗൈസ്. നമുക്കിനി ജോഗിനി വാട്ടർഫോൾസിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. നമ്മൾ പോകുന്നു ഗൈസ് മണാലിയിൽ നിന്ന്. ബൈ ബൈ മണാലി ടൗൺ. ഇന്നും നമ്മുടെ വേബ്ജീനാണ് കിട്ടിയിരിക്കുന്നത് ഗൈസ്. നമ്മൾ ജോഗിനി വാട്ടർഫോളിൽ പോകാൻ വേണ്ടി. നമ്മൾ ട്രക്കിങ്ങിന് പോണു ഗായ്സ്. എല്ലാവർക്കും പറഞ്ഞിരിക്കുന്നത് 45 മിനിറ്റ്സ് ആണ്. എനിക്കൊരു 1.5 മണിക്കൂറാണ് ഞാൻ കണക്കാക്കി വെച്ചിരിക്കുന്നത്. ഗായ്സ്, നമുക്ക് ട്രക്കിങ് ആരംഭിക്കാം. ഗായ്സ് കയറി തുടങ്ങി. ഇപ്പോഴേക്ക് ഏകദേശം പണ്ടാറാണ് കിട്ടുക. ഞാൻ പട്ടി കിതയ്ക്കുന്നവരെ കിതയ്ക്കുന്നു ഗായ്സ്. വ്യൂ കാണിച്ചു തരാം. കടലൈ നല്ല വഴി ഗായ്സ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയായിരുന്നെങ്കിൽ മതിയായിരുന്നു. സ്റ്റെപ്പ് കൊള്ളാമില്ല, ഇങ്ങനെ നടന്നു വരാൻ കൊള്ളാം. നല്ല രസമുണ്ട്. എന്തൊരു വ്യൂ ആണ്. എന്തൊരു വലിയ മലനിരകളാണ്. മേളിലെ മഞ്ഞുമല, താഴെ പച്ചമല. എൻ്റെ അമ്മ ഇത് കാണുമെങ്കിൽ പറയും, ശല്ലി നീ വലിയ മലയൊന്നും കയറാൻ പോവല്ലേ ശല്ലി. അമ്മ നോക്കൂ, ഞാൻ വലിയ മലയുടെ താഴ്വാരത്തിലാണ്. ആ മല ഞാൻ കയറിക്കൊണ്ടിരിക്കുവാണ് അമ്മേ. இப்போதின் இன்பம் யாவுமே நாளையோர் அர்த்தம் காட்டும். வாழாயன் வாழ்வை வாழவே தாழாமல் மேலே போகிறேன். നമ്മളപ്പോൾ ജോഗിനി വാട്ടർഫോളിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഗായ്സ്. നിങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ നടന്ന് അങ്ങ് എത്തണം. നമുക്ക് ഗായ്സ് ഞാനിപ്പോൾ വെള്ളത്തിലാണ്. ഞാൻ അതിന് കുളിച്ച് വന്നു ഗൈസ്. കുളിച്ച് വളരെ വലിയൊരു ടാസ്ക്കായിരുന്നു അത്. ഇവിടെ വന്നത് വർത്തായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഗൈസ്. നല്ല രസമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത്രയും നടന്നു വന്നിട്ട് ഈ ഒരു വാട്ടർഫോൾ കണ്ടപ്പോൾ സെറ്റ്. ജോഗിനി വാട്ടർഫോള് 150 അടി ഉയരത്തിൽ നിന്നാണ് താഴോട്ട് പതിക്കുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് താഴോട്ട് പോകുമ്പോൾ ഇതിൻ്റെ താഴെയായിട്ടൊരു ക്ഷേത്രമുണ്ട്. ജോഗിനി മാതാ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രം ഇതിൻ്റെ താഴെയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ജോഗിനി വാട്ടർഫോൾസ് എന്ന പേര് വന്നത് ഗൈസ്. നമുക്ക് ഗൈസ് ഇതിൻ്റെ ഇലകൾ നോക്കുക ഗൈസ്. ഗൈസ് ചരിഞ്ഞുള്ളൊരു സ്ഥലമാണിത്. ഇവിടെ കൂടി നടക്കാൻ വളരെയധികം പാടാണ്. പ്രത്യേകത കണ്ട ഗൈസ്, എല്ലാം വെള്ളി പോലെ ഇരിക്കും. വെള്ളി പോലെ കണ്ണാടിയായി പിറന്നേ കാൺകിன்ற എല്ലാമും നാനാகிறேன். இரு காலின் இடையிலே உரசும் பூனையாய் வாழ்க்கை போதும் அடடா. നമ്മൾ വേറൊരു വെള്ളച്ചാട്ടത്തിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ഷെഡ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ കോഫിയും ചായയും കുടിക്കാൻ വേണ്ടി കയറി.
ഇവിടുത്തെ ഒരു വില്ലേജ് ആണ് ഗൈസ്. ഇവിടെ കുറേ കോട്ടേജും സാധനങ്ങളൊക്കെ വെക്കുന്നതാണ് ഇവരുടെ വ്യാപാരം എന്ന് പറഞ്ഞു. ഇവരുടെ ഉപജീവന മാർഗം അതാണെന്ന് തോന്നുന്നു. ഗൈസ് നമ്മൾ ട്രെക്കിംഗ് കഴിഞ്ഞ് പാർക്കിംഗ് പോയിന്റിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ വണ്ടി വന്നിട്ട് നമ്മൾ ഇനി വേറെ ഏതെങ്കിലും സ്ഥലത്തും കൂടെ പോകും. ഞാനിപ്പോൾ ഭാങ് എന്ന പിന്നെ വില്ലേജിൻ്റെ അടുത്തൂടെ നടന്നുകൊണ്ടിരിക്കുവാണ് ഗൈസ്. തേരാപ്പാര ധാബ തിരക്കി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും ഗൈസ്. ഫുഡ് കഴിച്ചിറങ്ങി ഞാനൊരു സാൻഡ്വിച്ചായിരുന്നു, ബട്ടർ സാൻഡ്വിച്ചായിരുന്നു ഓർഡർ ചെയ്തത്. നമ്മൾ ന്യൂ ഷേർ പഞ്ചാബ് ധാബയിൽ നിന്നാണ് ഗൈസ് ഫുഡ് കഴിച്ചത്. അങ്ങനെ ബാഗൊക്കെ എടുത്ത് ഇറങ്ങി ഇനി ബസ്സിൽ കയറിയിട്ട് നമുക്ക് കാണാം ഗൈസ്. അപ്പം നമ്മൾ മണാലിയോട് യാത്ര പറഞ്ഞ് പോകുന്നു ഗൈസ്.